75 വർഷമായി നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞ ശേഷം ജനാധിപത്യം എന്ന് പറയുന്ന സുശക്തമായ പ്രക്രിയയിലൂടെയാണ് നമ്മൾ തിരഞ്ഞെടുപ്പുകളെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഭരണാധികാരികളെ, അതായത് നമ്മൾ ഭരണാധികാരികളെ അധികാരത്തിൽ ഏറ്റുന്നതും. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൽ ഭാഗമാകാൻ സാധിക്കാത്ത ഇന്ത്യയിൽ തന്നെയുള്ള ഒരു വിഭാഗം ജനങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമായിരുന്നു. ഒരു ഗ്രാമീണരാണ് ഈ വിഭാഗം ജനങ്ങൾ എന്ന് പറയുന്നത്. 75 വർഷമായി ഇവർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുന്നില്ലായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. 75 വർഷം ഇവർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ കാര്യമെന്ന് പറയുന്നത് നക്സൽ ഭീകരതയാണ് എന്നുള്ളതാണ്. ഈ നക്സൽ ഭീകരതയെ അവഗണിച്ചുകൊണ്ട് ഇവർക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത് ഈ ഒരു വർഷമാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ജനാധിപത്യത്തിൽ, അതായത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറുമ്പോൾ ജനാധിപത്യത്തിൽ വിശ്വാസം പോകുന്ന മാധ്യമ പ്രവർത്തകരെയൊന്നും ജനങ്ങൾ പുല്ലുവില കൊടുക്കാത്തത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിലെ നക്സൽ ബാധിത കെർളപ്പെണ്ട എന്ന് പറയുന്ന ഗ്രാമം, ഈ ഗ്രാമമാണ് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ആദ്യമായി, അതായത് 75 വർഷത്തിന് ശേഷം ആദ്യമായി കയ്യിൽ വിരലിൽ മഷി പുരട്ടാനായിട്ട് അവർക്ക് ഭാഗ്യം ലഭിച്ചത്. തങ്ങൾ എപ്പോഴും ഈ കാര്യം അധികാരികളോട് സംസാരിക്കുമായിരുന്നു, എന്നാൽ തങ്ങൾക്കിത് സാധിക്കുന്നില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ജനാധിപത്യത്തെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന നമ്മുടെ നാട്ടിലെ മാധ്യമപ്രവർത്തകർ, നമ്മുടെ നാട്ടിലെ ആക്ടിവിസ്റ്റുകൾ, നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകർ, എന്തിനു പറയുന്നു, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ പോലും ഈ ഒരു വാർത്ത എന്തുകൊണ്ടാണ് അവഗണിച്ചത് എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. കാരണം ഈ ജനതയ്ക്ക് വോട്ട് ചെയ്യാൻ അവകാശമില്ലായിരുന്നു എന്നുള്ളത് വലിയൊരു വാർത്ത തന്നെയാണ്. അവർക്ക് അത് ലഭിച്ചത് ഇപ്പോഴാണ്. നരേന്ദ്രമോദി വന്ന് ഛത്തീസ്ഗഡിൽ നക്സലുകളെ മുച്ചൂട് മുടിച്ച ശേഷം, അമിത്ഷായുടെ വലിയ ഇടപെടലിന് ശേഷമാണ് അവിടെ ഈ ജില്ലയിലുള്ള കെർളപ്പെണ്ട ഗ്രാമനിവാസികൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ലഭിച്ചത്. ഞായറാഴ്ച നടന്ന മൂന്നാം ഘട്ട വോട്ടെടുപ്പിനിടെ സംഭവിച്ചതാണ്. ഈ മൂന്നാം ഘട്ട വോട്ടെടുപ്പിലാണ് ഇവർക്ക് വോട്ട് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചത്. ഒരിക്കലും തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകാത്ത ഗ്രാമീണർക്ക് ഒരു സുപ്രധാനമായിട്ടുള്ള നിമിഷമായിരുന്നു അത്. കേരളപ്പെണ്ടയിലെ ഒരു നിവാസി പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ആദ്യമായി വോട്ട് ചെയ്തു, ഞങ്ങൾ മുമ്പൊരിക്കലും വോട്ട് ചെയ്തിട്ടില്ല. രാഷ്ട്രീയ നേതാക്കൾക്ക് മുമ്പിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ ഗ്രാമവാസികൾക്ക് അവസരം ലഭിച്ചത് ഈ തിരഞ്ഞെടുപ്പിലാണ്. 75 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ വോട്ടെടുപ്പ് നടക്കുന്നത്. സമീപ ഗ്രാമങ്ങളിൽ നിന്നുള്ളവരും വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ട്. വികസനത്തിലേക്ക് നമ്മൾ നീങ്ങുമെന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നേതാക്കളുടെ മുന്നിൽ നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ ഇതാദ്യമായി ഞങ്ങൾക്ക് അവസരം ലഭിച്ചു. ബീജാപ്പൂർ ജില്ലയിൽ ഒരു കാലത്ത് കലാപബാധിത പ്രദേശങ്ങളിലെ നിവാസികളും ആവേശത്തോടെ പങ്കെടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിലും സമാനമായിട്ടുള്ള പോസിറ്റീവ് പ്രവണതകളാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. ജില്ലയിലെ ദേശീയോദ്യാന മേഖലയ്ക്ക് കീഴിൽ വരുന്ന ഗ്രാമത്തിലെ നിവാസികൾ കലാപകാരികൾക്ക് ഏറ്റവും സുരക്ഷിതമായ മേഖലയായി കണക്കാക്കപ്പെടുകയും സുരക്ഷാ സേന അടുത്തിടെ നിരോധിത സംഘടനയായിട്ടുള്ള CPI മാവോയിസ്റ്റുകളുടെ 31 കേഡറുകളെ ഇവിടെ വെടിവെച്ചു കൊല്ലുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ പ്രദേശം ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിൽ അതോടുകൂടിയാണ് പങ്കുചേർന്നത്. നമുക്കറിയാം, അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് 2026 നമ്മുടെ രാജ്യം പൂർണ്ണമായും നക്സൽ മുക്തമാക്കുമെന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഛത്തീസ്ഗഡിൽ വലിയ നക്സലുകളുടെ വേട്ട തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബീജാപ്പൂർ എല്ലാം ഇപ്പോൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സംയുക്ത സേന അരിച്ചു പറക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സുപ്രധാനമായിട്ടുള്ള വാർത്ത കൂടെ പുറത്തു വരുന്നത്. എന്തായാലും 70 കിലോമീറ്ററോളം സഞ്ചരിച്ച് ചുവപ്പ് ഭീകരതയെ അവഗണിച്ചുകൊണ്ട് ഗ്രാമീണർ ജനാധിപത്യത്തിലെ തങ്ങളുടെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്ത ഏറ്റെടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ മലയാളത്തിലൊന്നും ഈ വാർത്ത കാണാൻ നിങ്ങൾക്ക് യാതൊരുവിധ സാധ്യതയുമില്ല. ന്യൂസ് ഇന്ത്യ മലയാളമായിരിക്കും മലയാളത്തിൽ ഈ വാർത്ത ആദ്യമായി കൊടുക്കുന്നതും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.